പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു സ്നേഹവന്ദനം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു ചർച്ചിലെ ഒരു മീറ്റിങ്ങിനായിട്ട് ഒരു 3 ദിവസത്തേക്ക് വന്നതാണ്. അവിടെ കുവൈറ്റിലുള്ള പോലത്തെ അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ഫെലോഷിപ്പാണ് ഇവിടെ ഉള്ളത്. മലയാളികളാണ്, പക്ഷേ ഇംഗ്ലീഷിലാണ് മീറ്റിങ്ങുകളൊക്കെ. മലയാളത്തിൽ തന്നെയാണ്, മലയാളികളാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് സൺഡേയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഓക്കെ, അന്നേരം നമ്മളുടെ മീറ്റിങ്ങുകൾ ഇനി ഒരു ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവവചനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കതിൻ്റെ എഫക്റ്റ് വരത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ഫെയ്ത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളൂ, ഇല്ലെങ്കിൽ ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം വർക്ക് ചെയ്യുന്ന മാർഗം എന്നുള്ളത് ക്രിസ്തീയ മാർഗമാണ്. അന്നേരം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്തു വിശ്വസിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അന്നേരം ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിലേ വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് പ്രസംഗിച്ചെങ്കിലും പഠിപ്പിച്ചെങ്കിലും വെക്കുള്ളൂ. അന്നേരം ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ട്, എന്നാൽ അതേസമയം തന്നെ പലപ്പോഴും നമ്മൾ പലയിടത്തും കേൾക്കാത്ത ചില കാര്യങ്ങളാണ് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം മുമ്പോട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ദൈവം ക്രൂശിൽ കൂടി ചെയ്ത പുതിയ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിൽ കൂടി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി മനുഷ്യവർഗത്തിന് ലഭിക്കാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ആ പ്രോമിസ്, അത് എന്ന് പറഞ്ഞത് ദൈവം ഒരു മനുഷ്യന്റെ പാപഹൃദയത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അന്നേരം അത് ന്യായപ്രമാണത്തിന് മനുഷ്യനെ പുറത്തുനിന്ന് മാത്രമേ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നമ്മൾ ചിന്തിച്ചതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള പുറത്തേക്ക് വരുന്ന ആ അഴുക്കിനെ ഒരു വിധത്തിൽ ക്ലീൻ ചെയ്യാൻ മാത്രമേ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. അതേസമയം തന്നെ ന്യായപ്രമാണത്തിന് അകത്തന്നെ മനുഷ്യന്റെ ഹാർട്ട് പ്രോബ്ലം കാണിച്ചു കൊടുക്കാനായിട്ട്, മനുഷ്യന്റെ ഹൃദയത്തിലെ പ്രശ്നം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. അതുകൂടാതെ മൂന്നാമത്തെ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഹൃദയത്തെ മാറ്റാൻ കഴിയുന്ന, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ആ നല്ല വൈദ്യന്റെ അടുക്കിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് ന്യായപ്രമാണത്തിൽ കഴിഞ്ഞു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അന്നേരം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് കർത്താവിലുള്ള വിശ്വാസത്താൽ അവന്റെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നു. അന്നേരം ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യമുള്ളത്? അന്നേരം കർത്താവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് ആ ഹൃദയമാറ്റത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്, അല്ലെ? ഒരു രോഗിക്ക് ഒരു വൈദ്യനെ, ഒരു ഡോക്ടറിനെ വിശ്വാസമുള്ളതുപോലെ ആ ഒരു നീഡാണ്, ആ നീഡും ആ ട്രസ്റ്റും, ആ ആവശ്യബോധവും വിശ്വാസവും, അതാണ് മാനസാന്തരവും വിശ്വാസവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാപിയാണെന്നുള്ളതും എൻ്റെ പാപഹൃദയത്തിന്റെ അവസ്ഥയും കണ്ടിട്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നു. കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് ആ ഹൃദയത്തെ മാറ്റുന്നു. അന്നേരം ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മാനസാന്തരവും വിശ്വാസവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവം അവന്റെ ഹൃദയത്തെ റീപ്ലേസ് ചെയ്യുന്നു. ഇനി ഈ സുവിശേഷത്തെ ലളിതമായിട്ട് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്, വ്യക്തമായിട്ടാണ് പഠിപ്പിക്കേണ്ടത്, അതേസമയം തന്നെ ലളിതമായിട്ട് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മളൊരു എമർജൻസിയിലെ നമ്പേഴ്സ് എല്ലാ രാജ്യങ്ങളിലും, പെട്ടെന്നുള്ള ഒരു എമർജൻസി, നമ്മുടെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള എമർജൻസി നമ്പറുകൾ എപ്പോഴും അവർ ചെറിയതായിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ US-ലാണെങ്കിൽ 999, അല്ലെങ്കിൽ വേറൊരു ഇതാണെങ്കിൽ ഒരു 3 നമ്പർ വെക്കുകയുള്ളൂ, ഒരു 10 നമ്പർ വെക്കത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കാനായിട്ടുള്ള മാർഗം എപ്പോഴും ലളിതമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അതായത് സുവിശേഷവും വളരെ ലളിതമാണ്. അതിൻ്റെ ഏറ്റവും ബേസിക് അവസ്ഥയിൽ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തിൽ എൻ്റെ പാപഹൃദയത്തിന് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കി കർത്താവിലേക്ക് തിരിയുന്ന ഒരു വ്യക്തി, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം മാറ്റുന്നു. അതൊരു കള്ളൻ ഒരു ക്രൂശിൽ വെച്ചിട്ട് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നത്ര ലളിതമാണ്, അല്ലെ? ഒരു വലിയൊരു പ്രബന്ധം കള്ളന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടല്ല കള്ളൻ രക്ഷിക്കപ്പെട്ടത്. കള്ളന് മനസ്സിലാവുകയാണ്, കുരിശിലെ കള്ളന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കള്ളൻ മനസ്സിലാവുകയാണ് ഞാൻ ഒരു പാപിയാണെന്ന് മനസ്സിലാവുകയാണ്, യേശുക്രിസ്തു പാപമില്ലാത്തവനാണെന്നും യേശുക്രിസ്തു എന്നെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശക്തനാണെന്നും കരുതി മനസ്സിലാക്കി കർത്താവിൽ വിശ്വസിക്കുന്ന ക്രൂശിലെ കള്ളന് പോലും രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഏദനിൽ നടന്ന
ആ ഒരു കാര്യത്തിന്റെ റിവേഴ്സലാണ് നടക്കുന്നത്. അതാണ് നമ്മൾ എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. സുവിശേഷം കേൾക്കുമ്പോൾ എങ്ങനെയാണ്. അന്നേരം ഏതെനിൽ എന്താണ് സംഭവിച്ചത്? ഏതെനിൽ പിശാച് ഒരു കള്ളം പറയുന്നു. അന്നേരം ആ കള്ളം, ബൈബിളിലെ ആദ്യത്തെ കള്ളം, ആ കള്ളം വിശ്വസിക്കുന്ന ആദ്യ മാതാപിതാക്കൾ അവര് മാനസാന്തരപ്പെട്ടു. അവർ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു. അന്നേരം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നു. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. അങ്ങനെ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അവർ മാനസാന്തരപ്പെട്ട് പിശാചിങ്കിലേക്ക് തിരിയുന്നു. പിശാചിന്റെ കള്ളം വിശ്വസിക്കുന്നു. അന്നേരം കള്ളം കേൾക്കുന്നു, മാനസാന്തരപ്പെട്ടു പെടുന്നു, വിശ്വസിക്കുന്നു, അവരുടെ ഉള്ളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്നു. അന്നേരം ഇതിന്റെ നേരെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ നടക്കുന്നത്. അതാണ് എഫ് എസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും ചെയ്തിട്ട്. അന്നേരം പിശാചിന്റെ കള്ളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സത്യവചനം എന്ന് പറഞ്ഞത്. ട്രൂത്ത് ഓഫ് ഗോഡ്. അതായത് സുവിശേഷം സത്യവചനമാണ്. അത് വ്യക്തമായിട്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ, അതൊരു വ്യക്തി കേൾക്കുമ്പോൾ, ആ കേൾക്കുന്ന വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് അവന് ജീവൻ കൊടുക്കുന്നു. അവന്റെ പാപഹൃദയത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവന് ജീവൻ കൊടുക്കുന്നു. അതോടുകൂടി അവൻ ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരുന്നു. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അന്നേരം വിശ്വാസത്താലാണ് നീതീകരണം. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അപ്പോൾ തന്നെ അവൻ നീതീകരിക്കപ്പെടുന്നു. അവന്റെ പാപഹൃദയം മാറ്റപ്പെടുന്നു. അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അവൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താലാണ് നീതീകരണം. എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി മുമ്പോട്ട് ജീവിക്കുമ്പോൾ വിശ്വാസവും അതോടുകൂടെ തന്നെ അവന്റെ സെൽഫ് എഫേർട്ടും കൂടി വേണമെന്നുള്ളതാണ്. വേറൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത്, ബട്ട് ആഫ്റ്റർ ബീയിങ് ജസ്റ്റിഫൈഡ് ദ സാങ്ക്ടിഫിക്കേഷൻ ഈസ് ത്രൂ ലോ എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ട്. പലരും അങ്ങനെ തന്നെയാണ് പ്രസംഗിക്കുകയും ചെയ്തത്. ഞാനത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം ഞാൻ ഇന്നത്തെ ദിവസം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നമ്മുടെ ഹൃദയത്തെ മാറ്റിയപ്പോൾ, സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവം മാറ്റിയപ്പോൾ അതോടുകൂടി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് വിശദമാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യവുമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ എല്ലാം തന്നെ മായ്ക്കപ്പെടുന്നു. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വിശ്വസിക്കുമ്പോൾ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അതെല്ലാം മായ്ക്കപ്പെടുകയാണ്. അത് ജസ്റ്റ് ക്ഷമിക്കപ്പെടുക മാത്രമല്ല, ദൈവം അതിനെ ഓവർലുക്ക് ചെയ്യുകയല്ല. കർത്താവ് ക്രൂശിൽ ആ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് പോലെ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് തന്റെ നീതിയുടെ വസ്ത്രം തരുന്നു. അന്നേരം നമ്മുടെ പാപങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, കഴിഞ്ഞകാല പാപങ്ങൾ എല്ലാം തന്നെ മായ്ക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് യേശുക്രിസ്തുവിന്റെ നീതി വസ്ത്രം തരുന്നു. അങ്ങനെ ദൈവം നമ്മളെ അതിനുശേഷം എപ്പോഴും കാണുന്നത് യേശുക്രിസ്തുവിന്റെ നീതി ഇതിൽ കൂടിയാണ്. അന്നേരം യേശുക്രിസ്തുവിനെ പോലെ തന്നെ എക്സാക്ട്ലി ആസ് ക്രൈസ്റ്റ് നമ്മൾ നീതിമാന്മാരായി തീരുന്നു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ആസ് ഇഫ് വി ഹാവ് നെവർ സിൻഡ്. നമ്മൾ പാപം ചെയ്തു, നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതല്ല, ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കിടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ പാപം ചെയ്യാത്തവരെന്ന രീതിയിൽ ദൈവം നമ്മളെ കാണുന്നു. യേശുക്രിസ്തുവിൽ കൂടി നമ്മളെ കാണുകയും നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നു, ദൈവം നമുക്കൊരു പുതിയ ഹൃദയം തരുന്നു. എന്നാൽ ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നാമതൊരു കാര്യമുണ്ട്. അത് പലരും പറയാത്തൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കുന്നു. വി ആർ ഫ്രീഡ് ഫ്രം സിൻസ് പവർ. എപ്പോഴാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ. ഇത് ഞാനൊന്ന് കുറച്ചുകൂടി വിശദീകരിക്കാനായിട്ട് ആക്കിയിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമുക്കറിയാം, അവനെ ഒരു പാപിയായിട്ടല്ല സൃഷ്ടിച്ചത്. അന്നേരം അവനൊരു ഫ്രീ ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. അന്നേരം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് പരിപൂർണമായിട്ടുള്ള ഫ്രീഡം കൊടുത്തിരുന്നു. അവൻ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു അടിമയായിരുന്നില്ല. മാത്രമല്ല അവന് അധികാരവും കൊടുത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ
ദൈവം മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളിലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് പറഞ്ഞു. അന്നേരം മനുഷ്യനൊരു അടിമയായിരുന്നില്ല, മനുഷ്യനൊരു റൂളറായിരുന്നു. മനുഷ്യൻ മറ്റുള്ള പാപത്തിന്റെയും ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലുള്ള എല്ലാത്തിന്റെയും മുകളിൽ നിയന്ത്രണമുള്ള മനുഷ്യനായിരുന്നു. അന്നേരം മനുഷ്യൻ എത്രമാത്രം ഫ്രീ ആയിരുന്നു എന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ആ, ദൈവം വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിന്റെ 16 വാക്യത്തിൽ പറയുന്നുണ്ട്: യഹോവയായ ദൈവം മനുഷ്യനോട് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: ദ ലോർഡ് then commanded to the man, saying, from any tree of the garden you may eat freely. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ദൈവം അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു പാരഫ്രൈസ് ചെയ്ത് ഞാൻ പറയാണ്: ഏത് വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നിനക്ക് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്നേരം മനുഷ്യൻ ഒരു പരിപൂർണമായിട്ടും സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നമുക്ക് എല്ലാം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ആ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: ഏത് വൃക്ഷത്തിന്റെ ഫലവും നിനക്ക് തിന്നാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം മാത്രം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അന്നേരം അവിടെ നിന്ന് ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിലേക്ക് വിശദീകരിക്കുന്നില്ല. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് ഒരു നിയമത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല, ഒരു റിലേഷനിൽ അധിഷ്ഠിതമായിരുന്നു. ഒരു ലോയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ഒരു ലവ് റിലേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്നേരം ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയാണ്: നിനക്ക് എന്തും ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യുന്നതിന് മുമ്പും അത് നന്മയാണോ തിന്മയാണോ എന്നുള്ളത് നിനക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്യും. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞ് പരിപൂർണമായിട്ടും അവന് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അവന് കുറച്ചുകൂടി വലുതാകുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഏറ്റവും ശിശുവായിരിക്കുമ്പോൾ അവൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആണ് അവൻ്റെ മാതാപിതാക്കൾ, ഫാദറിൽ മദറിൽ. അന്നേരം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബൈബിൾ പഠിപ്പിക്കുന്ന ആ സ്വാതന്ത്ര്യം എന്നുള്ളത്, നമുക്ക് എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ അകത്ത് നിന്നിട്ട് മാത്രമുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വില്ലിന്റെ കീഴിൽ എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം. ഒരു ദൈവാസം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്: യു ക്യാൻ ഡു യുവർ വിൽ ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു ഗോഡ്സ് വിൽ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നീ യഥാർത്ഥത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയും. കാരണം നീ നിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും. അതാണ് ഈ രണ്ട് വാക്യത്തിന്റെ അർത്ഥം. നിനക്ക് ഫ്രീ ആയിട്ട് എന്തും ചെയ്യാം, പക്ഷെ നീ അതിന്റെ നിയന്ത്രണം എൻ്റെ മേലിലായിരിക്കും. എൻ്റെ അധികാരത്തിന്റെ കീഴിൽ നിനക്ക് പരിപൂർണ ഫ്രീഡത്തിൽ നിനക്ക് എന്ത് ചെയ്യാം. ഇതാണ് ദൈവം കൊടുത്ത ഫ്രീഡം. എന്നാൽ പിശാച് വന്നിട്ട് ഇവൻ്റെ അടുത്ത് പിശാച് പറയുന്ന ഒരു കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിലുള്ള ഫ്രീഡം അല്ല. ഒരു അധികാരത്തിന്റെ കീഴിലുള്ള ഫ്രീഡം എന്നുള്ളത് യഥാർത്ഥ ഫ്രീഡം അല്ല. യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത് ദൈവത്തെ പോലെയുള്ള ഫ്രീഡമാണ്. ദൈവം ആരുടെയും ഒന്നിന്റെയും അധികാരത്തിന്റെ കീഴിലല്ല. ദൈവത്തിന് എല്ലാം ആളുടെടുത്തും ചോദിക്കാതെ നന്മയും തിന്മയും ദൈവത്തിന് സ്വയമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഫ്രീഡമാണ് യഥാർത്ഥ ഫ്രീഡം. അങ്ങനെയുള്ള ഫ്രീഡം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഈ വൃക്ഷത്തിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ദൈവത്തിന്റെ ഫ്രീഡത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് മാറിയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ഫ്രീഡമാണ് പിശാച് മനുഷ്യന് ഓഫർ ചെയ്തത്. ദൈവം ഓഫർ ചെയ്ത ഫ്രീഡം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലുള്ള ഫ്രീഡമാണ്. ദൈവവചനം പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന ആ ഫ്രീഡം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ഫ്രീഡമാണ്. ദൈവത്തിന്റെ പാപം ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. എന്നാൽ പിശാചിന്റെ ആ കള്ളം കേട്ട് മനുഷ്യൻ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ദൈവത്തിന്റെ അധികാരത്തിന് പുറത്തു വന്ന നിമിഷം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ പിശാചിന്റെ അടിമയായി തീരുകയും പാപത്തിന്റെ അടിമയായി തീരുകയും ചെയ്യുകയാണ്. അതോടുകൂടി ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം അവന് നഷ്ടപ്പെട്ടു. ദൈവം അവനെ നിയന്ത്രിക്കുന്നതിൽ നിന്നും മാറി. അതോടുകൂടിയാണ് ഇവൻ
നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത്. പിന്നീട് ഇവനെ നിയന്ത്രിക്കുന്നത് ഇവന്റെ മനസ്സാക്ഷിയാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ അടിമയായി തീർന്നു. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഫാക്ടറി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ഇവനെ ഒരു അടിമയെ പോലെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാൻ അതിന്റെ 8:36 നമുക്കെടുത്ത് വായിക്കാൻ വേണമെങ്കിൽ, അവിടെ യേശുക്രിസ്തു പരീശന്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയാണ്, യോഹന്നാൻ സുവിശേഷം 8:36, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ. അതിന് മുകൾ പറയാണ് 34-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അന്നേരം യേശുക്രിസ്തു പറയാണ്, പാപം ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും മുകളിൽ അവനെ നിയന്ത്രിക്കുന്നത് പാപം എന്നുള്ളൊരു കാര്യമാണ്. അന്നേരം പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ഈ പാപത്തിന്റെ ദാസ്യത്വം എങ്ങനെയാണ് എന്നുള്ളത് പൗലോസ് റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. എല്ലാ വാക്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതിന്റെ റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത്, 15-ാമത്തെ വാക്യം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഇച്ഛിക്കാത്തതിനെ തിന്നുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയാണ്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിക്കിടുന്നു. അന്നേരം പൗലോസ് പറയാണ്, ഇവിടെ 2 പ്രമാണമുണ്ട്. നമ്മൾ ആ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. ദൈവം നിങ്ങളുടെ അടുത്ത് ഇന്നതിന് ചെയ്യാനായിട്ട് പറയുന്നു. അത് കണ്ടിട്ട് അത് അനുസരിക്കാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് അത് അനുസരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആ ഒരു വ്യക്തി ഒരു കാര്യം മനസ്സിലാകാണ്, എൻ്റെ ഉള്ളിൽ വേറൊരു പ്രമാണം വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്നെ ഒരു അടിമയാക്കി കളയുന്നു, ഒരു ബദ്ധനായി കളയുന്നു. പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് മീ അൺ ടു സ്ലേവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ സീ എ different law in the members of my body, waging war against the law of my mind and making me a slave of sin which is in my members. അന്നേരം ഇതാണ് ഒരു വ്യക്തി, പാപത്തിൽ വീണ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്താണ് ഇതിൽ നിന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അതേ നിമിഷം തന്നെ അവനെ ദൈവം സ്വതന്ത്രനാക്കുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ പഠിപ്പിക്കുന്നത്. അന്നേരം ഇതാണ് പലരും പഠിപ്പിക്കുന്നത്. നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം, യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ പല പാപങ്ങൾ മോചിക്കപ്പെടുന്നു, നമ്മളെ ദൈവം ജസ്റ്റിഫൈഡ് ആക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം നമ്മളുടെ പാപപ്രമാണത്തിൽ, നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ പാപപ്രമാണത്തിൽ നമ്മളെ പരിപൂർണമായിട്ടും ഫ്രീ ആക്കുന്നു. ഇവിടെ സിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാസ്റ്റർ എന്ന നിലയിലാണ് പറയുന്നത്. ഒരു ഉടമ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്ന പോലെ. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പിക്ചർ കാണുന്നത് ഫറവോന്റെ അടിമത്തത്തിന്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ അയ്യം വിളിക്കുന്നതാണ്, അല്ലെ? ഇപ്പം ഈ റോമലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് നിലവിളിക്കുന്ന പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനനായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും എന്നുള്ളതുപോലെ ഒരു നിലവിളി നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഫറവോന്റെ ഊഴിയവേലക്കാരുടെ നിമിത്തം അവർ അയ്യം വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അവർ നിലവിളിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയത്തില്ല. അവർക്ക് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അവർക്ക് സ്വയമായിട്ട് സ്വതന്ത്രനാവാനായിട്ട് കഴിയത്തില്ല. അന്നേരം ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത കണ്ടു. അന്നേരം ദൈവം ഇതിനെ കാണുന്നു. ദൈവം കണ്ടിട്ട് ദൈവം എങ്ങനെയാണ് അവരെ സ്വതന്ത്രരാക്കുന്നത്? ദൈവം ആ ഫറവോയെ കൊന്നുകൊണ്ട് അവരെ ആ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയാണ്. എക്സാക്ട്ലി അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ദൈവം നമ്മുടെ മേൽ പാപം കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിരുന്ന, ഇല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ പാപപ്രമാണത്തെ അഴിച്ചുകൊണ്ട്, ആ ഫറവോനെ പോലെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഴയ മനുഷ്യനെ, ഇല്ലെങ്കിൽ നമ്മുടെ പാപഹൃദയത്തെ മാറ്റിക്കൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഒരു ഫാക്ടറി വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു അമ്മ്യൂണേഷൻ സെന്റർ പോലെയാണ്, ഒരു ബോംബ് ഫാക്ടറി പോലെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്ക്
ഈ ഇപ്പോഴും ഇറാനിൽ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഇറാനിലെ വിഷയങ്ങൾ. കാരണം നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസികൾ, രഹസ്യ വിശ്വാസികളുള്ളത് ഇറാനിലാണ്. ഏറ്റവും റാപ്പിഡായിട്ട് ചർച്ച് വളരുന്നത് ഒരു രാജ്യം ഇറാനാണ്. അന്നേരം അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറയാൻ വന്നതല്ല. അന്നേരം ഇറാനിൽ അവർ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്ന് ഇസ്രായേലും അമേരിക്കയും കണ്ടിട്ട് അമേരിക്കയുടെ ചില ഫൈറ്റർ ജെറ്റുകൾ അവിടെ പോയിട്ട് ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ബോംബ് ചെയ്ത് അതിനെ ഇല്ലാതാക്കുന്നു. കാരണം പിന്നീട് അവിടെ നിന്ന് ഒരു ബോംബ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയാത്ത രീതിയിൽ അവരെ ഡിസാം ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി ക്രൂശിൽ നടന്നത് അതാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ബ്ലഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബ്ലഡ് ബോംബ് പോലാണ്. അന്നേരം മിസൈൽസിൽ ആ ഫ്ലൈറ്റുകൾ യഥാർത്ഥത്തിൽ ഒരു ബോംബിങ് നടത്തിയിട്ടാണ് അതിനെ നശിപ്പിച്ചത്. അന്നേരം യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ബോംബ് പോലെ നമ്മുടെ ഹൃദയത്തിൽ വീണിട്ട് നമ്മുടെ സിൻ ഫാക്ടറി അതോടുകൂടി നശിക്കപ്പെടുകയും നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും നമ്മൾ അതോടുകൂടി പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. എന്നാൽ ഇത് പല വ്യക്തികളും ഇത് പഠിപ്പിക്കാറില്ല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നും, ശിക്ഷയിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചു. എന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മൾ പാപത്തിന്റെ പ്രസൻസിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരിക്കാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. എന്നാൽ ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, പാപത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ പവറിൽ നിന്നും വിശ്വസിച്ച നിമിഷം തന്നെ നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത് വ്യക്തമായിട്ട് അറിയേണ്ടത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമായിട്ടും ദൈവം പഠിപ്പിക്കുന്നു. ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അഭിപ്രായമല്ല, ഞാനത് സബ്സ്റ്റാൻഷ്യേറ്റുള്ള വചനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് പരിശോധിക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കണം. അന്നേരം ഇത് പല ആൾക്കാരും പഠിപ്പിക്കാറില്ല. ഇത് പല ആൾക്കാരും വിശ്വസിക്കുന്നുമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വ്യക്തികളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഇല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഫ്രീ ആയി എന്ന് അവർക്ക് ഫീൽ ചെയ്യാറില്ല. അല്ലെ? ഈ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ അവസാനം വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അവരുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെ? ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾക്ക് പലപ്പോഴും തോന്നും. അന്നേരം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, അപ്പം പൗലോസ് പറയുന്ന പോലെ തന്നെ, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ എന്ന് തന്നെ ചില രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ ഉള്ളിൽ പാപപ്രമാണം വർക്ക് ചെയ്യുന്നു, എന്നെ അതിൽ അടിമയാക്കി കളയുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കത് ഫ്രീ ആയി എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം, പുതിയ നിയമത്തിലെ ഏതൊരു കാര്യവും നമുക്ക് ഫീൽ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. ദൈവവചനത്തിൽ അത് സത്യമാണെന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത്. ഒരു കാര്യം ദൈവവചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിലും നമുക്കത് തോന്നുന്നില്ലെങ്കിലും നമുക്കത് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ലെങ്കിലും അത് സത്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞത്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. പാപത്തിന്റെ ദാസ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്നിട്ട് പറയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു പറയാണ്. എന്നിട്ട് അടുത്ത് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു വീണ്ടും പറയാണ്, നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു പറയാണ്. അന്നേരം നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, ഇത് ദൈവവചനത്തിൽ ഒരു സത്യമാണോ? ഇത് ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അന്നേരം പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി, വിശ്വസിച്ചൊരു വ്യക്തി പാപത്തിൽ നിന്ന് ക്രമേണ സ്വതന്ത്രനാകുന്നു എന്നുള്ളതാണോ? വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്നാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്?
ഇതിന്റെ ചില വാക്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നത്. അത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. റോമാലേഖനത്തിലാണ് ഇത് കൂടുതൽ വിശദീകരിക്കുന്നത്. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ആ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതലായിട്ടും വിശദീകരിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. റോമൻ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയാണ്. അന്നേരം എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് തന്നെ അഭക്തർക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അന്നേരം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു നമുക്ക് പകരമായിട്ട് മരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും നമ്മൾ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്. എന്നാൽ അതേപോലെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തൊട്ടടുത്ത അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു സത്യമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നമ്മൾ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ അവനോടുകൂടെ മരിച്ചു. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന അതേപോലെ തന്നെ, ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാക്യങ്ങളിൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ വാക്യങ്ങൾ മാത്രം വായിക്കാം. റോമാലേഖനം 6-ന്റെ 6-7 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അന്നേരം റോമയിലെ വിശ്വാസികൾക്ക് അറിയാവുന്ന ഒരു കാര്യം അവരുടെ അടുത്ത് പറയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി തീർന്നിരിക്കുന്നു. ഇറ്റ്സ് ഇൻ പാസ്റ്റ് ടെൻസ്. എങ്ങനെ? മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് അതേപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുന്നു. റോമാലേഖനം 6-ന്റെ 18-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും, അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ അരിഷ്ട മനുഷ്യനായിരുന്നു, പാപത്തിന്റെ അടിമയായിരുന്നു പറഞ്ഞിരിക്കില്ല. അങ്ങനെ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ പറയുകയാണ്, എന്നാൽ ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ പറയാണ്, മറ്റേത് പാസ്റ്റ് ടെൻസിലായിരുന്നു, പാപത്തിന്റെ ദാസനായിരുന്നു, സ്വതന്ത്രമായിരുന്നു. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണമാണ്. നിങ്ങൾക്ക് വിശുദ്ധീകരണം, ഹോളിനെസ് അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 8-ന്റെ 1-2 വാക്യത്തിൽ, 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, ആര് എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുന്നുള്ളതിന് മറുപടി പറയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ കർത്താവ് സ്വതന്ത്രനാക്കി. അന്നേരം ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെല്ലാം, ഇവിടുത്തെ എല്ലാ വാക്യങ്ങളിലേക്കും ഒരു വാക്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, യു ആർ സെറ്റ് ഫ്രീ ഫ്രം സിൻ എന്നുള്ള വാക്യമാണ്. ഞാൻ ആ ഒരു വാക്യങ്ങൾ മാത്രമാണ് എടുത്തത്. ബാക്കി അനേക വാക്യങ്ങൾ, ഈ അർത്ഥം വരുന്ന അനേക വാക്യങ്ങളുണ്ട്, ആ വാക്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അതേപോലെ തന്നെ, ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വാക്യങ്ങളിൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അന്നേരം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കും. അന്നേരം ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ പറയുന്നൊരു കാര്യം, ബ്രദർ പറയുന്ന പോലെ ബൈബിളിൽ ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പാപത്തിന്റെ അടിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ സ്വതന്ത്രനാണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയാണ്. ഇതിനൊരു ഓർഡർ ബൈബിൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങൾ അവരുടെ അടുത്ത് പറയുകയാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും, നിങ്ങൾ നീതീകരിക്കപ്പെടും എന്ന് ദൈവം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരാള് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വിശ്വസിച്ചതിന് ശേഷം അയാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്ന് വെച്ചു,
എനിക്ക് എൻ്റെ പാപങ്ങൾ, കഴിഞ്ഞകാല പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളുടെ അടുത്ത് എന്ത് പറയും? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എനിക്ക് പെട്ടെന്ന് പറയാം, ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ എന്തായിരിക്കും അയാളുടെ അടുത്ത് പറയുന്നൊരു മറുപടി എന്തായിരിക്കും? നിങ്ങൾ സുവിശേഷം പറഞ്ഞു, സുവിശേഷം പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, നിങ്ങൾ കൊലപാതകയാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു പാപി, ആ, ഇതെല്ലാം ചെയ്തൊരു പാപി പറയുകയാണ് എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള വ്യക്തികളുണ്ട് അല്ലേ? അത് വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. എനിക്കൊരു പെട്ടെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഒരു 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 അനുഭവം, ഒരു വ്യക്തിയുടെ അനുഭവം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ഇവിടുത്തെ ഒരു സഹോദരൻ, ഇദ്ദേഹം ഒരു ഇസ്ലാമിക് തീവ്രവാദി ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. ഐസിസ് ഐസിസ് ആണോ അതോ താലിബാൻ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ സാറ്റർഡേ പോകുന്നൊരു പ്രെയർ മീറ്റിംഗിൽ സ്ഥിരമായിട്ട് വരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹം അനേക ആൾക്കാരെ കൊല്ലുകയും ഇവരുടെ തീവ്രവാദി പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെടുകയും ചെയ്ത് അദ്ദേഹം സുവിശേഷം കേട്ടു. ഇദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ടേ കഴിയുന്നില്ല യേശു ക്രിസ്തുവിന്റെ പാപം ക്ഷമിക്കുമെന്ന് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇദ്ദേഹം പറയാണ്, എന്നെ പോലെ പാപിയ ദൈവം യേശു ക്രിസ്തുവിന്റെ പാപം ക്ഷമിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ജീവിക്കാൻ ഇനി യാതൊരു അർഹതയും ഇല്ലാത്തൊരു വ്യക്തിയാണ്, ദൈവത്തിന് എൻ്റെ പാപവും ക്ഷമിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലായിട്ട് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇദ്ദേഹം ഒരു ലെബനീസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു യുഎസ് ടെററിസ്റ്റ്. എന്നിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു ട്രെയിനിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ട്രെയിനിന്റെ മുമ്പിൽ പോയി നിന്ന് ഇദ്ദേഹം വീടൊക്കെ പൂട്ടിയിട്ട് ട്രെയിനിന്റെ മുമ്പിൽ പോയി നിന്ന് ഇദ്ദേഹം കണ്ണടച്ച്, ട്രെയിൻ വരുന്ന ഇയാൾ മരിക്കാനായിട്ട് കണ്ണടച്ചുകൊണ്ട് നിന്നിട്ട് ഇയാൾക്ക് ട്രെയിൻ വരുന്നതായിട്ടൊന്നും ഇദ്ദേഹത്തിന് കാണുന്നില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇദ്ദേഹം കണ്ണ് തുറന്നപ്പോൾ ഇദ്ദേഹം കാണുന്നത് ഇദ്ദേഹം ഇറങ്ങിപ്പോയ വീട്ടിനകത്ത് ഇദ്ദേഹം നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരു അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ ഈ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അന്നേരം അതിനുശേഷം അപ്പോൾ അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം യേശു ക്രിസ്തു വിശ്വസിക്കുന്നത്. അന്നേരം ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല യേശു ക്രിസ്തുവിന്റെ പാപം ക്ഷമിക്കുന്നത്. ഞാൻ തിരിച്ചു വരട്ടെ. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ അടുത്ത് പാപം ഏറ്റു പറഞ്ഞു, പക്ഷേ എന്റെ പാപം ക്ഷമിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അയാളത്ത് പറയുന്നത്? പറയാം, ആർക്കെങ്കിലും പറയാം? വിശ്വാസത്താൽ അദ്ദേഹത്തിന്റെ പാപം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്തെങ്കിലും പറയും, വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറയും, ഒന്നുകൂടെ ഏറ്റു പറയാൻ പറയൂ. എന്താണ് 8:1? യാ, നമ്മൾ എന്ത് പറയും? ബേസിക്കലി നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പാപം ഏറ്റു പറയാനായിട്ട് പറയും, വീണ്ടും പ്രാർത്ഥിക്കാൻ പറയും, വീണ്ടും ഒന്ന് ഉപവസിക്കാൻ പറയും, അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നവരെയും പ്രാർത്ഥിക്കാൻ പറയും. എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ ബേസിക്കലി പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു, ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്ക് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തെങ്കിലും അത് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. അന്നേരം ഫീലിംഗ് നമ്മൾ പാപക്ഷമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നില്ല. അത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന് പറയാണ്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഫീലിംഗ് ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ? പലരുടെയും ജീവിതത്തിൽ അതാണ്. എൻ്റെ പേഴ്സണലായിട്ട് ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചോ എന്ന് എനിക്കൊരു സംശയം തന്നാറുണ്ട്. ഇപ്പോഴെല്ലാം രക്ഷിക്കപ്പെട്ട സമയങ്ങൾ പലപ്പോഴും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദൈവവചനത്തിൽ ഉറക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അന്നേരം ഇഫ് ഇറ്റ് ഇസ് എ ട്രൂത്ത്, വെദർ യു ഫീൽ ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് ഓൾവേസ് എ ട്രൂത്ത്. അന്നേരം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാക്യങ്ങൾ എടുത്തത്. വ്യക്തമായിട്ട് യു ആർ സെറ്റ് ഫ്രീ ഫ്രം സിൻ, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു എന്ന് ബൈബിളിൽ വിശ്വാസികളെ പൗലോസ് പഠിപ്പിക്കുന്നു. ബൈബിൾ ഒറ്റയൊരിടത്ത് പോലും നിങ്ങൾ പാപത്തിൽ നിന്ന് ഫ്യൂച്ചറിൽ സ്വതന്ത്രരാകുമെന്നോ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. വിശ്വസിച്ച വ്യക്തികൾ, രക്ഷിക്കപ്പെടുത്ത വളരെ വ്യക്തമായിട്ട് പറയാണ് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകും. എന്നാലും ഞാൻ എന്താണ് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാപക്ഷമ പഠിപ്പിക്കുന്ന പോലെ തന്നെ പാപത്തിൽ നിന്നൊരു വ്യക്തി ഫ്രീ ആയിരിക്കുന്നു എന്നുള്ളത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ, അത് അറിയുമ്പോൾ, ഒരു വ്യക്തി അത് എണ്ണുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. ഇത് തന്നെയാണ് പൗലോസും പഠിപ്പിക്കുന്നത്. പൗലോസ് റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് 3 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പൗലോസ് അവരുടെ അടുത്ത് പറയുന്നത്, ഡു യു നോ, നിങ്ങൾ അറിയുന്നില്ലയോ, ഇല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് പറയാണ്. 3-ാമത്തെ വാക്യത്തിൽ ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ പറയാണ്,
അല്ല, യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അന്നേരം യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ അവന്റെ മരണത്തിലാണ് പങ്കാളികളായിരിക്കുന്നത്. ആ മരണത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയാണ്. എന്നിട്ട് 16-ാമത്തെ വാക്കിൽ പറയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അന്നേരം ഒന്നാമത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അന്നേരം ഇത് ഒന്ന് അറിയണം. അന്നേരം ഇത് അതാണ് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കി. അന്നേരം ഒന്ന് അറിയുക എന്നുള്ളത് ഒരു ട്രൂത്ത് ആയതുകൊണ്ടേ നമ്മൾ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ കള്ളം നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം അത് സത്യമാണ്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, അത് നമ്മൾ അറിയുന്നു. അങ്ങനെ അറിഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്, അറിഞ്ഞ വ്യക്തികൾ അങ്ങനെ തന്നെ എണ്ണണം. റെക്കൺ എന്നുള്ള വാക്ക് രണ്ടാമതാണ് വരുന്നിരിക്കുന്നത്. അത് പറയാണ്, അവണ്ണം തന്നെ നിങ്ങളും യു ആർ ഡെഡ് ടു സിൻ, നിങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അന്നേരം ഒന്ന് പറയാണ് യു റെക്കൺ, ഒന്ന് പറയാണ് യു നോ, ദെൻ യു റെക്കൺ. ഒന്ന് അറിയുന്നു, രണ്ടത് പരിപൂർണമായിട്ടും ഏറ്റെടുക്കുന്നു. റെക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ടൈമാണ്. ഞാനത് എണ്ണുന്നു. എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 എന്നുള്ളത് പോലെ ഞാനത് എണ്ണുകയാണ്. ഞാൻ യേശു ക്രിസ്തുവോട് മരിച്ചു, ഞാൻ പാപത്തിൽ സ്വതന്ത്രനായി. ഇങ്ങനെ എണ്ണിയ ഒരു വ്യക്തിയെടുത്താണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്യം പറയാണ്, എന്നിട്ട് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. സബ്മിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഭാഗമാണ്. ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കണം, നിങ്ങൾ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം, അങ്ങനെ നിങ്ങൾ വിശുദ്ധ ജീവിതം നടത്തണം. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ട്രൂത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, പലരും പ്രസംഗിക്കാറില്ല. യേശുക്രിസ്തു വിശ്വസിച്ചാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, പാപങ്ങൾ മോചിക്കപ്പെടും, നമ്മൾ നീതിമാന്മാരായി തീരും, ഇനി നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്നാണ് സാധാരണ പഠിപ്പിക്കുന്നത്. എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്ന ഓർഡർ അതല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പൗലോസ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി എന്നും അവൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായെന്നും അത് നിങ്ങൾ അറിയണമെന്നും നിങ്ങൾ എണ്ണണമെന്നും പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി കർത്താവിന് തന്നെ സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾ വിശുദ്ധീകരണത്തിനായിട്ട് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ 19-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുമ്പ് നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കായിട്ട് സമർപ്പിച്ച പോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് അടിമകളായിട്ട് സമർപ്പിപ്പിൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധീകരണം നടക്കുകയും അതിൻ്റെ അന്ത്യമായിട്ട് നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഓർഡർ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്നുള്ളത് നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രം. എന്നാലും എന്താണ് പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്നുള്ളതിൻ്റെ അർത്ഥം? പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉൽപ്പത്തിയിലെ എന്നതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ആത്മാവുള്ള ബന്ധത്തിലേക്ക് വരികയും നമ്മളെ ദൈവം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനായിട്ട് തുടങ്ങുകയും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്തു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മൾ സ്വതന്ത്രരായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല. ഉൽപ്പത്തിയിൽ പാപത്തിൽ വീഴുന്നതിന് മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. മുമ്പ് നമുക്ക് പാപം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കണം. ഒരു പാപത്തിന്റെ അടിമയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അത് പൗലോസ് ഇവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ, റോമാലേഖനം 6:20 പറയാണ്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നല്ലോ. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നിങ്ങൾക്ക് നീതി ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു.
അതിന്റെ ഫലം എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണവും അത്രേ. അന്നേരം പാപത്തിന്റെ ദാസനായ ഒരു വ്യക്തിക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല. അവന് പാപം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കഴിയും, പാപം ചെയ്യാതിരിക്കാനായിട്ടും കഴിയും. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പാപം ചെയ്യരുതെന്നൊരു കൽപ്പന ബൈബിളിൽ പഠിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല, അല്ലേ? കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത് എന്ന് യോഹന്നാൻ പറയുന്നു. നിങ്ങൾ പാപം ചെയ്താൽ അതിന്റെ സൊല്യൂഷൻ പറയുന്നുണ്ട്, അത് വേറൊരു വിഷയമാണ്. നേരം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് വീണ്ടും നിങ്ങൾക്ക് കേട്ടുവെക്കാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിന്റെ ദാസനായിട്ടൊരു വ്യക്തിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. പാപം ചെയ്യാൻ മാത്രമേ വ്യക്തിക്ക് കഴിയത്തുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് ദൈവനും പഠിപ്പിക്കുന്നത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള റിസൾട്ട്. നമ്മുടെ പാപഹൃദയം മാറ്റപ്പെടുമ്പോൾ, ദൈവം നമ്മളെ സ്വതന്ത്രനാക്കി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പാപം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കഴിയുന്നു. അതുകൊണ്ട് അത് കഴിയുന്നത് ദൈവം നമ്മുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പാപത്തിന്റെ പെനാൽറ്റിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, പാപത്തിന്റെ ശക്തിയിൽ നമ്മൾ സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതല്ല ദൈവം പഠിപ്പിക്കുന്നത്. പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു എന്ന് റോമാലേഖനം 5-ാമത്തെ അധ്യായം, റോമാലേഖനം 6-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നു. പക്ഷെ റോമാലേഖനം 5-ാമത്തെ അധ്യായം നമ്മൾ വിശ്വസിക്കും, റോമാലേഖനം 6-ാമത്തെ അധ്യായം നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ബൈബിൾ നിങ്ങളെ ഫീൽ ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ പുറകെ ഫീലിംഗ്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം ഞാൻ അടുത്തൊരു വിഷയം കൂടി പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ വേറൊരു രീതിയിൽ കൊലോസ്യ ലേഖനത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞാനിത് ഒരു അധ്യായത്തിൽ മാത്രമല്ല അനേക അധ്യായങ്ങൾ പറയുന്ന കാര്യമാണ് എടുക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലും ഇതേ കാര്യം, ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യം വേറൊരു രീതിയിൽ പറയുകയാണ്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ അധ്യായം. അവിടെയും എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരായത് എന്നുള്ളതും യേശുക്രിസ്തു എന്ന തലയുമായി നിങ്ങൾ എങ്ങനെയാണ് കണക്റ്റഡ് ആയെന്നുള്ളതും. രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നത് ആ തലയുമായിട്ട് കണക്ട് ചെയ്യും, തലയാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. എന്നാൽ അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഞാനത് ഇന്ന് വിശദീകരിക്കാനായിട്ട് സമയമില്ല, എങ്കിലും ഇത് മാത്രം പറയാം. അവിടെ പൗലോസ് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ഉദാഹരണത്തിൽ കൂടി പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ഏറ്റു എന്ന് പറയണം. അന്നേരം പൗലോസ് ഇവിടെ പറയുന്നത് വേറൊരു എക്സാമ്പിൾ ആണ് പറയാണ്. ഒരു ഫിസിക്കൽ സർക്കംസിഷനിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് പോലെ, കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് മാറ്റുന്നത് പോലെ, അത് മുറിവ് അല്ല, അതിലെ ഒരു അസുഖം എങ്ങനെയെങ്കിലും മരുന്ന് പുരട്ടി സുഖപ്പെടുത്തുകയല്ല, അതൊരു കട്ട് ചെയ്ത ഒരു ഭാഗം മാറ്റിക്കളയാണ്, അല്ലെങ്കിൽ തൊലിയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. അതാണ് സർക്കംസിഷൻ, പരിച്ഛേദന നടക്കുന്നത്. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഭാഗത്തെ കട്ട് ചെയ്തിട്ടൊക്കെ മാറ്റുകയാണ്. അത് നമ്മുടെ പാപഹൃദയത്തെ കട്ട് ചെയ്ത് മാറ്റുന്നതിൽ കൂടി നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു എന്ന് പറയാം. അന്നേരം ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു, ആ പാപത്തിന്റെ ഒരു ഭാഗം തന്നെ, ആ പാപം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റും. ഇത് നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, ഞാൻ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ ഫാൻറ്റം ലിംബ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തികളുടെ സംസാരിച്ചിട്ടുണ്ട്. ഫാൻറ്റം ലിംബ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലുകളിനോ കൈക്കോ, പ്രത്യേകിച്ച് കാലിന് വളരെ നാളുകളായിട്ട് ഇൻഫെക്ഷനൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടിൽ കൂടി പോകുന്ന ചില വ്യക്തികളുടെ കാല് മുറിച്ച് മാറ്റുക അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആ കാല് മുറിച്ച് മാറ്റും. അങ്ങനെ ആ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞാലും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങിനെയാണ് ഫാൻറ്റം ലിംബ് അല്ലെങ്കിൽ ഫാൻറ്റം ഫിനോമിനൻ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗം മുറിച്ച് മാറ്റപ്പെട്ടതിന് ശേഷം, മുറിച്ച് മാറ്റി എന്നുള്ളൊരു സത്യമാണെങ്കിൽ പോലും അവർക്ക് പിന്നെയും ഫീൽ ചെയ്യുകയാണ് ആ കാല് അവിടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണ്. ഈവൻ ചിലർക്ക് ആ കാലിൻ്റെ ആ ഇല്ലാത്ത ഭാഗത്ത് വേദന വരെ ഫീൽ ചെയ്യും. ഇത് എക്സാക്ട്ലി ഒരു മെഡിക്കൽ ഫിനോമിനാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇതിന്റെ കാരണം എന്താണ്?
എന്നാലും ഈ കാല് മുറിച്ച് മാറ്റിയ വ്യക്തിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ തലച്ചോറും ആ ഒരു സത്യം അംഗീകരിച്ചിട്ടില്ല. കാരണം അതുവരെയും അദ്ദേഹം വന്നുകൊണ്ടിരുന്ന ഒരു ശീലത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീലിംഗിൽ നിന്ന് അദ്ദേഹത്തിന് മാറാനായിട്ട് കഴിയുന്നില്ല. അതുണ്ടെന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പിന്നീട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, പിന്നീട് ഇദ്ദേഹത്തിന് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. കാല് പോയി എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ പാപഹൃദയം മാറ്റപ്പെട്ടു. ഹി ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഇത് ദൈവത്തിന്റെ വചനം ആ വ്യക്തി അത് മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും അത് എണ്ണുകയും അവൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇവന്റെ സ്വാതന്ത്ര്യവും വിശുദ്ധീകരണവും ഈ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലായില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഡേഞ്ചറാണ് അടുത്തത്. നമ്മൾ വീണ്ടും എന്താണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ ന്യായപ്രമാണത്തിൽ കൂടി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇത് മനസ്സിലായ ഒരു വ്യക്തിയെടുത്ത് മാത്രമേ പൗലോസിന് അടുത്തൊരു ട്രൂത്തായിട്ടുള്ള രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല എന്നുള്ളത് അവനെ പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഞാനിത് ഈ ആഴ്ചയിൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അതൊരു വേറൊരു വിഷയമായതുകൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് അനേക ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളത്തിൽ, വിശുദ്ധീകരണം പഠിപ്പിക്കുന്ന മിക്ക വ്യക്തികളും പഠിപ്പിക്കുന്നത് നമ്മൾ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, പക്ഷേ നമ്മൾ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ കൽപ്പനകൾ, ന്യായപ്രമാണം അനുസരിച്ച് കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് തന്നെ കേട്ടാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ മുമ്പോട്ടൊന്ന് വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ന്യായപ്രമാണം കൊണ്ടല്ല നിങ്ങൾ നീതീകരിക്കപ്പെട്ടത്, എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ന്യായപ്രമാണം അനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയുടെ പീനൽ കോഡ് എല്ലാം അനുസരിച്ചിട്ടല്ല നമ്മൾ ഇന്ത്യക്കാരനായത്, പക്ഷെ ഇന്ത്യക്കാരനായ സ്ഥിതിക്ക് നിങ്ങൾ ഇന്ത്യയുടെ പീനൽ കോഡ് എല്ലാം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി പറയുന്നതാണ്. നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ശരിയാണെന്ന് തോന്നിയേക്കാം, പക്ഷെ നമ്മൾ എക്സാമ്പിൾ കൊണ്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചന ട്രൂത്തുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദൈവവചന സത്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളതായിരിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സത്യത്തെ നമ്മൾ എക്സാമ്പിൾ കൊണ്ട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, തിരിച്ചല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പാപത്തിൽ നിന്ന് മാത്രമല്ല രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, ന്യായപ്രമാണത്തിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ബൈബിൾ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം. അത് യഥാർത്ഥത്തിൽ മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് എങ്ങനെയാണ് നടക്കുന്നതെന്നും എങ്ങനെയാണ് വിശ്വാസത്തിൽ കൂടി വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അന്നേരം ഞാൻ അത് അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ ഞാൻ വിശദീകരിക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറാത്താണ്, അല്ലെങ്കിൽ ഞാൻ ഈ രണ്ടുകൂടി പറയണമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിന് ചോദിക്കാം. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ ഉള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞത് കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടെന്നുള്ളതോ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ബൈബിളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അഥവാ നിങ്ങൾക്ക് സംശയം ഇല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണെങ്കിലും പ്രീവിയസ് ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതെന്ന് വിശദീകരണം ആവശ്യമുണ്ടോ? ഞാൻ ഫെബ്രുവരിനകത്ത് പറയായിരുന്നു, നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, കുവൈറ്റ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ജനറലായിട്ട് അങ്ങനെ പറയുന്നത്. അന്നേരം മുമ്പോട്ടുള്ള ബ്രദറെ, പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു, പഴയ നിയമം നമുക്ക് പാപങ്ങളെ കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മള് പാപിയാണ് എന്നുള്ളത് കാണിച്ചു തരുന്നതല്ലേ ഉള്ളൂ. ഞാൻ പഴയ നിയമം എന്നല്ല പറഞ്ഞേ, അല്ലല്ല, ന്യായപ്രമാണം. ന്യായപ്രമാണവും പഴയ നിയമവും രണ്ടും രണ്ടാണ്. ഞാനത് അല്ലല്ല, പഴയ നിയമം അല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ കാണിച്ചു തരുന്നു. അപ്പൊ ആ സമയത്ത് നൽകിയ യാഗങ്ങൾ, അതിന്റെ പ്രസക്തി എന്തുവാ? യാഗം കഴിക്കുക എന്നുള്ളത്. ഞാൻ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഞാൻ ചോദിച്ചത് കാര്യമാണ്. ഞാനത് ഒന്നുകൂടി വിശദീകരിക്കാം. ഞാൻ ന്യായപ്രമാണം എന്ന് പറഞ്ഞപ്പോൾ, ന്യായപ്രമാണം എന്ന് പറയുമ്പം ജനറലി അതിലെ 10 കൽപ്പനകൾ മോറൽ ലോയും ആചാര നിയമങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ന്യായപ്രമാണം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്തോന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ആചാര നിയമങ്ങളെ പറ്റിയല്ല,
ആ മോറൽ ലോയെ പറ്റി മാത്രമാണ്, 10 കൽപ്പനകൾ. അന്നേരം ഈ പൗലോസും റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഈ മോഹിക്കരുത് എന്നുള്ള കൽപ്പന കണ്ടില്ലായിരുന്നെങ്കിൽ മോഹം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ന്യായപ്രമാണം എനിക്ക് പാപത്തെപ്പറ്റി ബോധ്യം വരുത്തിയെന്ന് പറയുമ്പോൾ എല്ലാം 10 കൽപ്പനയുടെ കാര്യം പറയുന്നത്. അന്നേരം ഞാൻ ന്യായപ്രമാണം പാപത്തെപ്പറ്റി ബോധ്യം മാത്രമേ വരുത്തത്തുള്ളൂ എന്ന് പറഞ്ഞത് ആ 10 കൽപ്പനയുടെ കാര്യമാണ്, മോറൽ ലോയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അന്നേരം ആ മോറൽ ലോ ഒരു വ്യക്തിക്ക് പാപത്തെ പറ്റിയുള്ള ബോധ്യം വരുത്തുന്നു. ആ മോറൽ ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട് സെറിമോണിയൽ ലോ വെച്ചിരുന്നു. പാപമോചനമല്ല പരിപൂർണമായിട്ട് അവിടെ നടക്കുന്നത്, അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി മാത്രമേ അത് പരിപൂർണമായിട്ട് നടക്കത്തുള്ളൂ. എങ്കിൽ പോലും ആ മോറൽ ലോ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സെറിമോണിയലോ അല്ലെങ്കിൽ യാഗം കഴിക്കുന്നതിൽ കൂടി ദൈവം അവരുടെ പാപങ്ങളെ ഓവർലുക്ക് ചെയ്തിരുന്നു. പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവരുടെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കും 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 എന്നാണ് ഈ സെറിമോണിയലോ പറയുന്നിടത്തെല്ലാം, യാഗങ്ങൾ പറയുന്നിടത്തെല്ലാം പറയുന്നത്. അവരുടെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കും. അന്നേരം ഈ മോറൽ ലോ ലംഘിക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തെ ദൈവം ക്ഷമിക്കുകയാണ്, അവൻ്റെ മേൽ കണക്കിടുന്നില്ല ആ പാപം. പക്ഷെ അവന് പരിപൂർണമായിട്ടുള്ള പാപമോചനം എന്നുള്ള അതിൻ്റെ ആ പൂർത്തീകരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നടക്കത്തുള്ളൂ. എന്നാൽ ഈ സെറിമോണിയൽ ആക്ച്വലി അവർ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള ക്രൂശ് മരണത്തിലേക്ക് അവർ മുമ്പോട്ട് നോക്കി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു നിഴലായിട്ട് അവർക്ക് ആ യാഗങ്ങൾ കൊടുത്തു. അന്നേരം പാപങ്ങൾ ചെയ്തിട്ട് ന്യായപ്രമാണം ലംഘിച്ചിട്ട് ആ വ്യക്തി ഒരു സെറിമോണിയലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യാഗം കഴിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യാഗം നടക്കാനായിട്ട് പോകുന്നു, അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ആ ഒരു വിശ്വാസത്തിൽ കൂടി ദൈവം അവരുടെ പാപങ്ങളെ കണക്കിടുന്നില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൂശിലാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ ഒരാൾക്ക് അയാൾക്ക് ഒരുപാട് കടമുണ്ട്. അന്നേരം അയാൾക്ക് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, അത് അത് പൂർണ്ണമായിട്ടൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാനായിട്ട് പറയാണ്. അയാൾക്ക് നമ്മൾ ഒരുപാട് കടം നമുക്കുണ്ട്, നമുക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കിട്ടുകയാണ്. പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൽ ഒരിക്കൽ ആ ഒരു ഡേറ്റ് ആകുമ്പോൾ ആ അക്കൗണ്ടിൽ പൈസ വരും. ആ പൈസ വരുമ്പോൾ നമ്മുടെ കടമെല്ലാം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെയാണ് ഈ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ശരിക്കുള്ള യാഗം നടക്കാൻ പോകുന്നു. ആ യാഗം നടക്കുമ്പോൾ അവിടെ കർത്താവ് യേശു അവസാനം ക്രൂശിന്റെ മരണത്തിന്റെ അവസാനം പറയുന്നത് ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ടൈമാണ്, കൊടുത്തു തീർക്കപ്പെട്ടു, അല്ലെങ്കിൽ പാപങ്ങളെല്ലാം ആ യാഗം പൂർത്തിയായി എന്നുള്ളതാണ്. അന്നേരം ആ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെ ഇത് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ അക്കൗണ്ടിൽ പൈസ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പരിപൂർണമായിട്ടും ദൈവം കണക്കിടാതിരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ ചെക്ക്. അന്നേരം അവർ ആ യാഗങ്ങൾ കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഒരു മുമ്പോട്ട് നോക്കിയിട്ട് അവർ വിശ്വസിക്കുകയാണ്, ഒരിക്കലൊരു യാഗത്തിൽ കൂടി എൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുകയും എൻ്റെ ദൈവം എന്നെ നീതീകരിക്കുകയും ചെയ്യും എന്നുള്ളത് വിശ്വസിക്കുകയും ആ വിശ്വാസം അവർക്ക് നീതിയായിട്ട് കണക്കിടുകയും ചെയ്യാണ്. അതാണ് യാഗങ്ങളുടെ സെറിമോണിയൽ ലോയുടെ പ്രസക്തി. മോറൽ ലോയാണ് ഞാൻ പറഞ്ഞത്, അത് പാപത്തെപ്പറ്റി ബോധ്യം വരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പാപത്തിന് ഒരു തരത്തിലുള്ള പരിഹാരവും വരുത്തുന്നില്ല. ഈ യാഗങ്ങളും യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടുള്ള പരിഹാരം വരുന്നില്ല, അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. എങ്കിലും അതൊരു ഒരു നിഴൽ പോലാണ് കൊടുത്തത്. സെറിമോണിയൽ ലോ നേരം, പക്ഷേ മോറൽ ലോ 3 ഉദ്ദേശമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പുറമേ പാപം ചെയ്യാതെ അവരെ സൂക്ഷിക്കുക. 2, അകത്തെയുള്ള പാപത്തെ പറ്റി ബോധ്യം വരുത്തുക. 3, യേശു ക്രിസ്തുവിലേക്ക് ലീഡ് ചെയ്യുക. ഈ കാര്യമാണ് മോറൽ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ ബ്രദറെ, താങ്ക് യു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ലോ എന്ന് പറയുന്നത് പൗലോസ് എന്താണ് ന്യായപ്രമാണം എന്ന് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനയെ പറ്റിയാണ്, അല്ലേ? അന്നേരം പൗലോസ് അത് ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. കൽപ്പന വന്നപ്പോൾ പാപം ഞാൻ വീണ്ടും ചോദിച്ചു. എന്നാൽ കൽപ്പന എന്ന് എപ്പോഴും പറയുന്നത് 10 കൽപ്പനയെ പറ്റിയാണ്, അല്ലാതെ ആചാര നിയമങ്ങളെ പറ്റിയല്ല. പക്ഷെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ആചാര നിയമമുണ്ട്, സാമൂഹിക നിയമമുണ്ട്, യുദ്ധ നിയമമുണ്ട്, ധാർമ്മിക നിയമമുണ്ട്. പക്ഷെ ഈ ധാർമ്മിക നിയമമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്ലേവറി ഫ്രം ദ സിൻ എന്നുള്ളത്, അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു, പാപസംബന്ധമായി നാം മരിച്ചു. പിന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നാം അവനോടുകൂടെ അവൻ മരിച്ചപ്പോൾ നാം അവനോടുകൂടെ മരിച്ചു എന്ന് പറയുന്നുണ്ട്.
പക്ഷെങ്കിൽ നമ്മൾ ഈ സ്ലേവറി എന്നുള്ള ഫ്രീഡം അല്ലേ കിട്ടിയത്, നമ്മളെ കംപ്ലീറ്റ് പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സാവാച കർമ്മണ നമ്മൾ പാപത്തിൽ വരികയില്ല എന്നുള്ള തത്വത്തിലാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുക, അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. വിശുദ്ധീകരണം എന്നുള്ളതും വിക്ടറി എന്നുള്ളതും മുമ്പോട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. സ്ലേവറിയിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഒരാൾ കെട്ടിയിട്ടിരിക്കുന്നിടത്തും നമ്മളെ അഴിച്ചുവിട്ടു എന്ന് പറയുമല്ലോ. അങ്ങനത്തെ ഒരു ഡെലിവറൻസ് ആണ് നമുക്ക് ലഭിച്ചത്. ഇപ്പം നമ്മൾ പറയുകയാണ് ഈ ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത് പോലെ ആ ഒരു സ്വാതന്ത്ര്യം. പക്ഷെ അതേസമയം തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പൊ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ ഫറവോനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി, എന്നാൽ അവർ കനാൻ ഗ്രാജുവലി കീഴ്പ്പെടുത്തുമായിരുന്നു. ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. നമ്മുടെ പഴയ മനുഷ്യനിൽ നിന്നും, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സിൻ ഫാക്ടറിയിൽ നിന്നും ദൈവം നമ്മളെ ലിബറേറ്റ് ചെയ്തു. എന്നാൽ നമ്മുടെ ജഡത്തെ നമ്മൾ ഓരോ ദിവസവും ക്രൂശിക്കുകയും നമ്മൾ കീഴ്പ്പെടുത്തുകയും നമ്മൾ വിജയിക്കുകയും ചെയ്യേണ്ടതാണ്. അത് രണ്ടും രണ്ടാണ്. അന്നേരം രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് പഠിപ്പിക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അന്നേരം ഫ്രീഡം നമുക്ക് ഓൾറെഡി ലഭിച്ചു, വിക്ടറി നമുക്ക് ലഭിച്ചിട്ടില്ല. വിക്ടറി നമുക്ക് ഗ്രാജുവലായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണമാണ്. അന്നേരം വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല. വിശുദ്ധീകരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഇല്ലെങ്കിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വിശുദ്ധീകരണം നടത്താൻ ശരിക്കും വിശ്വാസത്താൽ വിശുദ്ധീകരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അന്നേരം ബ്രദർ ചോദിക്കുന്ന വിശുദ്ധീകരണമാണ്, ഇല്ലെങ്കിൽ വിക്ടറിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, അത് നടക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് പാപം ക്ഷമിക്കപ്പെടുക എന്നുള്ളതും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതും, അത് രണ്ടും പഠിപ്പിക്കണം. അന്നേരം പാപത്തിൽ നിന്ന് പാപം ക്ഷമിക്കപ്പെട്ടു, ഇനി നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മിസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചാണ്. പാപം ക്ഷമിക്കപ്പെട്ടു, ഇനി വിശുദ്ധമായിട്ട് ജീവിക്കണം, ക്രൂശെടുത്ത് നടക്കണം, ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാര്യം പൗലോസ് ഇത്ര പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധീകരണം യഥാർത്ഥ തത്വത്തിൽ നടക്കത്തുള്ളൂ. വിശുദ്ധീകരണം വിശ്വാസത്താൽ നടക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ന്യായപ്രമാണത്തിലും സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളതും പഠിപ്പിച്ചു വെക്കത്തുള്ളൂ. അന്നേരം അതും പഠിപ്പിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ചോദിച്ച ചോദ്യം ശരിയാണ്. സ്ലേവറിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത്. വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജിനു ബ്രദറെ, കേൾക്കാമോ? കേൾക്കാം. ബ്രദറെ, ഈ ബ്രദർ പറഞ്ഞതിനകത്ത് നമ്മളിപ്പോ ഒരാള് ഋഷിയുടെ കർത്താവിനെ മനസ്സിലാക്കി നമ്മൾ പാപിയാണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കത് പാപം മോചിച്ചു എന്ന് വിശ്വാസം വരുന്നില്ലെങ്കിൽ, നമ്മൾ ബ്രദർ പറഞ്ഞു ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു ആ ദൈവവചനം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് ആളിന് പറഞ്ഞു കൊടുക്കാൻ ഇല്ലല്ലോ, വേറെ സോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? ദൈവവചനത്തിൽ ഇത് ബൈബിൾ എന്ന് പറയുന്നത് ദൈവവചനമാണെന്ന് ആദ്യം മനസ്സിലാക്കാതെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്കേ അത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ആളിനത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുമല്ലോ, അല്ലേ? പ്രയാസമായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അത് പറയുന്നു, ഓക്കെ, അത് വിശ്വസിക്കുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞു വിശ്വസിക്കാത്ത ഒരാൾക്കല്ല, വിശ്വസിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല, അല്ലേ? നമുക്ക് തന്നെ തോന്നുന്നയോ എൻ്റെ പാവങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചോ എന്ന് എനിക്കൊരു സംശയം തോന്നാമല്ലോ വിശ്വസിച്ചതിന് ശേഷം. ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഏറ്റു പറയാത്ത ഒരാളല്ല, അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അയാൾ ബൈബിൾ വിശ്വസിക്കുന്നുമില്ല, അയാളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് വിശ്വാസികൾ വിശ്വസിച്ചതിന് ശേഷം അവർ ചിന്തിക്കുകയാണ് അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വീണ്ടും പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയത്തില്ലോ. അതിന് പകരം അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരടുത്ത് വീണ്ടും പറയല്ലേ പറഞ്ഞു, ബ്രദറെ നീ ഏറ്റു പറഞ്ഞെങ്കിൽ നിന്റെ പാപം ദൈവം ക്ഷമിച്ചു. അതെ, ഏറ്റു പറഞ്ഞെങ്കിൽ കർത്താവ് ക്ഷമിച്ചു എന്ന് തന്നെയാണ് ദൈവത്തിൽ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്ക് അതിനകത്ത് പറഞ്ഞു കൊടുക്കാനില്ലല്ലോ, ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. അത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ സംശയങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഫെബ്രുവരി പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ഡിസ്കസ് ചെയ്യുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദൈവവചന കാര്യങ്ങൾ പഠിക്കാം. അന്നേരം നമ്മളിതൊരു തിയറി പഠിക്കുന്ന പോലെ അല്ല ഇത് മനസ്സിലാക്കുന്നത്. ബൈബിൾ എപ്പോഴും ബൈബിളിലെ സത്യങ്ങൾ ഒരു തിയോളജിക്കൽ തിയറി അല്ല, ഇറ്റ്സ് ട്രൂത്ത് ഒരു വ്യക്തിയെ ഫ്രീ ആക്കുമെന്ന് ദൈവം പഠിപ്പിക്കുമ്പോൾ
അത് അങ്ങനെ തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു തിയറി ഒരു വ്യക്തിയെ ഫ്രീ ആക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളിലെ സത്യങ്ങൾ പലപ്പോഴും പറയാറുണ്ടോ, ഇങ്ങനെ കുറേ സത്യങ്ങൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? ബൈബിളിൽ ഇതിന് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഗ്രാജുവലി ആ കാര്യങ്ങൾ അതിൻ്റെ ഫലം ഉണ്ടാക്കുകയും ചെയ്യും. അത് നമ്മളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും യഥാർത്ഥ ഒരു വിജയകരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഓക്കെ ഡിസ്കഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സാറേ. ഓക്കെ ഈ ബുധനാഴ്ച ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അതിന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഈ ആഴ്ച കഴിഞ്ഞിട്ട്? ഓക്കെ